ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എമിറേറ്റ്സ് ആൻഡ് ഡെനാറ്റയിലേക്ക്, അതായത് വിദേശത്തേക്കും ഇന്ത്യയിലും നിയമനം നടക്കുന്നുണ്ട്. വിവിധ ഓപ്പർച്യൂണിറ്റികൾ ഓപ്പൺ പൊസിഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എമിറേറ്റ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ കരിയേഴ്സ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു പരസ്യം കണ്ടിരുന്നു, ഓൺലൈൻ പരസ്യം കണ്ടിരുന്ന വിവിധ പോസ്റ്റുകളിലേക്ക് ഏകദേശം 134 വേക്കൻസികളിലേക്ക് വിവിധ പൊസിഷനിലേക്ക് അവൈലബിൾ വന്നിട്ടുണ്ട്, ജോബ് വേക്കൻസി വന്നിട്ടുണ്ടെന്നു. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ആ സൈറ്റിൽ കയറിയത്. അപ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്യാബിൻ ക്രൂ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റ് എന്നുള്ള വേക്കൻസി ഉണ്ട്. ഡയറക്റ്റ് എൻട്രി ക്യാപ്റ്റൻ, ആക്സിലേറ്റഡ് കമാൻഡ് ഫസ്റ്റ് ഓഫീസർ, അങ്ങനെ കുറച്ച് വേക്കൻസി. ബിസിനസ് സൊല്യൂഷൻ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്. നിങ്ങൾ മുഴുവൻ വേക്കൻസികൾ കേൾക്കുക, നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസി ഉണ്ടാവും. ഫെസിലിറ്റീസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ കാർഗോ സിസ്റ്റം മാനേജർ, അത് പ്രൊക്യൂർമെൻറ്റ് സൂപ്പർവൈസർ, അതുപോലെ സീനിയർ ട്രാവൽ കൺസൾട്ടൻറ്റ്, അതുപോലെ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. ഇതൊക്കെ ഈ ഓഗസ്റ്റ് 15 വരെ നമുക്കിതിലേക്ക് CV കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് കേട്ടോ. അതുപോലെ സസ്റ്റൈനബിലിറ്റി എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, ഇൻഫ്ലുവൻസർ ആൻഡ് കണ്ടൻറ് എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ്, ലീഡ് ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, അതുപോലെ മാനേജർ കസ്റ്റമർ അഫയേഴ്സ് ഒക്കെ ദുബൈയിലേക്കാണ്. ചിലതൊക്കെ മാറ്റുന്നുണ്ട്. പബ്ലിക് റിലേഷൻ മാനേജർ, അതുപോലെ കോൺടാക്ട് സെൻറ്റർ ഏജൻറ്റ്. ഇത് വരുന്നത് ഹംഗറിയിലേക്കാണ് കേട്ടോ ഇവരെ വേക്കൻസി വരുന്നത്. സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ബാങ്കോക്ക് തായ്ലൻഡിലേക്കാണ് വരുന്നത്. അതുപോലെ സീനിയർ ബിസിനസ് സൈക്കോളജിസ്റ്റ് ദുബായിലേക്കാണ് വേക്കൻസി വരുന്നത്. സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, അതുപോലെ ഹെഡ് ഓഫ് കൊമേഴ്സ്യൽ ഡെനാറ്റ സിംഗപ്പൂരിലേക്കാണ് വേക്കൻസി വരുന്നത്. സെക്യൂരിറ്റി ഓഫീസർ, കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് ടിക്കറ്റിംഗ് ലീഡിംഗ് ഓഫീസർ, അസിസ്റ്റൻറ്റ് നഴ്സ് മെഡിക്കൽ സർവീസിലേക്കാണ്. സീനിയർ ഡാറ്റ അനലിസ്റ്റ്, അതുപോലെ എൻ്റർപ്രൈസ് ഡാറ്റ അനലിസ്റ്റ് വേക്കൻസി വരുന്നുണ്ട്. ലാബോറട്ടറി ടെക്നോളജീസ് ഉണ്ട് വരുന്ന വേക്കൻസിയാണ്. അതിൽ പ്രിൻസിപ്പൽ എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഇൻ ഫ്ലൈറ്റ് കണക്ടിവിറ്റി, ക്യാബിൻ ക്രൂ റിക്രൂട്ടർ ആൻഡ് കോർഡിനേറ്റർ എന്ന വേക്കൻസി ഉണ്ട്. അതുപോലെ ലേണിംഗ് ആൻഡ് ടാലൻറ്റ് ട്രെയിനിങ് ലേഡ് സെയിൽസ് ആൻഡ് റീറ്റെയിലേക്ക് വേക്കൻസി. എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ബാങ്കോക്കിലേക്കാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. സൂപ്പർവൈസർ എയർപോർട്ട് സർവീസ് വേക്കൻസി വന്നിട്ടുണ്ട്. റവന്യൂ ഒപ്റ്റിമൈസേഷൻ അനലിസ്റ്റ് എന്ന വേക്കൻസി ഉണ്ട്. തിയോറിറ്റിക്കൽ നോളജ് ഇൻസ്ട്രക്ടർ എന്ന വേക്കൻസി ഉണ്ട്. പ്രൊക്യൂർമെൻ്റ് ആൻഡ് ലോജിസ്റ്റിക് വേക്കൻസി, ടെക്നിക്കൽ സർവീസ് എഞ്ചിനീയർ, പുഷ് ബാക്ക് ഓപ്പറേറ്റർ, സീനിയർ കസ്റ്റമർ സെയിൽസ് സർവീസ് ഏജൻറ്റ്, സീനിയർ സെക്യൂരിറ്റി ഏജൻറ്റ്, പ്രൊക്യൂർമെൻ്റ് ആൻഡ് അഡ്വൈസർ എന്ന വേക്കൻസി ഉണ്ട്. ലൈസൻസ്ഡ് എയർക്രാഫ്റ്റ്, CRM ഓഫീസർ സെയിൽസിലേക്കാണ് വേക്കൻസി, ദുബായിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ IT പോർട്ട്ഫോളിയോ ലീഡ്, ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എമിറേറ്റ് സ്കൂളിലേക്കാണ് വന്നിട്ടുള്ള വേക്കൻസി. അത് കഴിഞ്ഞിട്ടുണ്ട് ആ വേക്കൻസി. അപ്പോൾ വരുന്നത് VP ഹോൾസെയിൽ ആൻഡ് ഗ്രൗണ്ട് സർവീസ് എന്നുള്ള വേക്കൻസി ഉണ്ട്. ഓഗസ്റ്റ് 12 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന വേക്കൻസി ഉണ്ട്. പ്രൊഡക്റ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളതുണ്ട്. അനലിറ്റിക്കൽ ആൻഡ് ഇൻസൈറ്റ് സൂപ്പർവൈസർ, സെക്യൂരിറ്റി ത്രെറ്റ് റിസ്ക് സ്പെഷ്യലിസ്റ്റ്, കസ്റ്റമർ സെയിൽസ് സർവീസ് ഓഫീസർ, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നുള്ള 13 വരെ മുംബൈയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. സൂപ്പർവൈസർ എയർപോർട്ട് സർവീസ് വരുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്. ടെക്നിക്കൽ സർവീസ്. ഇത്തരം വേക്കൻസികളുണ്ട്. ഒരുപാട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് മുംബൈയിലേക്കുള്ള വേക്കൻസിയിലാണ് നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് വരുന്നത് എന്താ അറിയോ, ഇങ്ങനെ ലോഗിൻ ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാം കേട്ടോ, 13 ഓഗസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ അപ്ലൈ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് വരുന്നത് നമുക്ക് കാണാം. അതായത് യു ഡോ ഹാവ് എനി പ്രൊഫൈൽ, അപ്ലോഡ് യുവർ CV ലേറ്റസ്റ്റ്, സ്റ്റാർട്ട് യുവർ ആപ്ലിക്കേഷൻ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ CV സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം കാര്യങ്ങളുള്ളൂ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യേണ്ടത് അതായത് ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളതും ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, ഈ വേക്കൻസി ഏതൊക്കെയാണ് ഈ പൊസിഷൻ, നിങ്ങൾ ഞാൻ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഈ ഒരു ലിങ്കിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റുകളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ CV അതിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ ത്രൂ ഇമെയിൽ വഴി നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ്. എമിറേറ്റ്സിൻ്റെ പല രാജ്യങ്ങളിലേക്കുള്ള സെലക്ഷനാണ്. എമിറേറ്റ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ.